ഹലോ ഗൈസ്, വാലന്റൈൻസ് ഡേ ആയിട്ട് സിമിത്തേരിയിൽ പെട്ടുപോയൊരു കഥയുണ്ട്. ഓക്കെ, അത് കേട്ടിട്ട് വാ. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു മരിപ്പുണ്ട്, അതിനും പോവാ. എൻ്റെ അമ്മമ്മ മരിച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു 7 ഫംഗ്ഷനാണ് ഇന്ന്. അപ്പോൾ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അമ്മാമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണേന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുക, ഫുഡ് കഴിക്കുക, വയറ് നിറയ്ക്കുക, വീട്ടിൽ വരിക, കിടന്നുറങ്ങുക. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. അപ്പാർട്ട് ഫ്രം ജോക്ക്, നമ്മൾ ഈ ഒരു നല്ല ദിവസം ലില്ലിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ കളഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു സമാധാനമുണ്ട്. പിന്നെ നല്ല ദിവസം എന്ന് പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിലല്ലേ അതിനെ നല്ല ദിവസം എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്കിന്ന് സ്പെഷ്യലായിട്ട് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഫാമിലിയിലെ എൻ്റെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആൻഡ് ഫേവറേറ്റ് അമ്മാമ, എൻ്റെ സ്വന്തം ലില്ലിക്കുട്ടി. ഒരുപാട് നല്ല മെമ്മറീസും ലെസൺസും എല്ലാം തന്നിട്ടാണ് ഇന്ന് ഞങ്ങൾക്കൊരു ഓർമ്മയായിട്ട് എൻ്റെ ലില്ലിക്കുട്ടി പോയത്. എൻ്റെ അമ്മാമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്തായിരുന്നു എന്നറിയോ? അമ്മാമ്മയ്ക്ക് പറയാൻ ഒരു ലോഡ് കഥകളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് കേട്ടിരുന്നാൽ മതിയായിരുന്നടോ. അമ്മാമ്മ ഹാപ്പിയാണ്. ഇന്ന് അമ്മാമ്മയുടെ ഓർമ്മയായിട്ട് 7 ദിവസമായി. അതിൻ്റെ സദ്യയും പായസമൊക്കെ കഴിക്കാനായിട്ട് ഇന്ന് മറിയം ബേബി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അതൊക്കെ കഴിച്ചൊന്ന് കിക്കായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ കുറിപ്പ് സമ്മതിക്കണ്ടേ. പൊതുവെ എന്നെ ഉറക്കത്തിൽ നിന്ന് ആരാണെങ്കിലും എണീപ്പിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒരു നിമിഷത്തേക്കൊന്നെടുത്ത് ഗ്രില്ല് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. അത്രയ്ക്കും എന്നെ ശല്യപ്പെടുത്തി. അവസാനം ഉറക്കം നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇതിനെ റെഡിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. മനസ്സ് നിറഞ്ഞ് ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് പ്രോട്ടീൻ ആവാമെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിച്ചു. പിന്നെ സ്വയം ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചിയാസൈഡും കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.